land pollution and control. Meaning of land pollution. It refers to any physical or chemical change in soil conditions that may adversely affect the growth of plants and other organisms living in or on that soil. It is defined as an undesirable change in the natural, physical, chemical, or biological components of the soil, causing reduction of its fertility. മണ്ണിന്റെ ഭൗതിക രാസ ഘടനയിലുണ്ടാവുന്ന മാറ്റം അത് പ്ലാന്റുകളുടെയും മറ്റ് മണ്ണിലുള്ള മറ്റ് ജീവജാലങ്ങളെയും ഒക്കെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഭൗതിക രാസ ജൈവ ഘടകങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ മാറ്റങ്ങൾ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും. Let us find out what are the sources of soil pollution. There are 5 sources of soil pollution. First one is the industrial waste. Effluents from industries pollute the soil. The main soil polluting industries are chemical industries, steel industries, distilleries, pesticide industries, refineries, fertilizer industries, nuclear power plants, mining industries, etc. The waste from these industries make the soil infertile. നമ്മുടെ വ്യവസായശാലകൾ നമ്മുടെ മണ്ണിനെ മലിനീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് തന്നെയാണ്. കാരണം വിവിധ വ്യവസായശാല, അതായത് എന്താണ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ, അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ, പെസ്റ്റിസൈഡ് ഇൻഡസ്ട്രിയും, റിഫൈനറീസും, ഡിസ്റ്റിലറീസും, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസും, ന്യൂക്ലിയർ പവർ പ്ലാന്റും, അതുപോലെ മൈനിങ് ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ ധാരാളമായിട്ടുള്ള വേസ്റ്റ് പുറന്തള്ളുകയും അത് നമ്മുടെ മണ്ണിനെ മലിനമാക്കുകയും ചെയ്യുന്നു. രണ്ടാമത് ഡൊമസ്റ്റിക് വേസ്റ്റ് ആണ്. ഇറ്റ് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ. The domestic waste include polythene bags, plastic materials, broken packing box, bottles, toys, cloths, balances of food and beverages, etc. All these cause land pollution. So, നമ്മുടെ വീടിൽ നിന്നുള്ള മാലിന്യങ്ങൾ മണ്ണിനെ മലിനീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സ്. നമ്മുടെ വീടിൽ നിന്നുള്ള പോളിത്തീൻ ബാഗുകളുണ്ട്, പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട്, അതുപോലെ പാക്കിംഗ് ഒക്കെ ബ്രോക്കൺ പാക്കിംഗ് മെറ്റീരിയൽസ് അല്ലെ, അതുപോലെ കുപ്പികൾ, ടോയ്സ്, പഴയ വസ്ത്രങ്ങൾ, ഭക്ഷണത്തിന്റെയും പാനീയങ്ങളുടെയും അവശേഷം, ഇതൊക്കെ മണ്ണിനെ മലിനീകരിക്കുന്ന വിവിധ ഘടകങ്ങളാണ്. തേർഡ് വൺ, അഗ്രികൾച്ചർ ഡിസ്ചാർജസ്. ദ ബോഡി ആൻഡ് അഗ്രികൾച്ചർ യൂസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, insecticides in order to increase the agricultural production. So this may lead to change the physical and chemical conditions of the soil and thereby reduce its fertility. കാർഷിക വേസ്റ്റ്, പ്രത്യേകിച്ച് കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ, കീടനാശിനികൾ, കുമിൾനാശിനികൾ, ഇവയൊക്കെ മണ്ണിനെ വ്യാപകമായി മലിനീകരിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ, രാസവസ്തുക്കളുടെ ക്രമാതീതമായിട്ടുള്ള ഉപയോഗത്തിലൂടെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയാൻ അത് കാരണമാകും. മറ്റൊന്ന് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. The radioactive waste from different nuclear reactors or different testing laboratories cause severe pollution to the soil. The fallouts from the nuclear explosion also leads to soil pollution. മണ്ണിനെ മലിനീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയും. പ്രത്യേകിച്ച് നമ്മുടെ ലബോറട്ടറിയിൽ നിന്നും, അതുപോലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്നൊക്കെ പുറത്തു വരും, അതുപോലെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് നടക്കുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിലൂടെ പടർന്നതുപോലെ നമ്മുടെ മണ്ണിലേക്ക് വരുന്ന വിവിധ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസും.
മണ്ണിനെ ദീർഘകാലം മലിനീകരിക്കുന്ന ഒന്നാണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. അഞ്ചാമത് ബയോളജിക്കൽ ഏജൻസ്. ദ ബയോളജിക്കൽ ഏജൻസ് responsible for soil pollution are the human excreta, animal excreta, birds excreta, sludge, farm waste, etc. The excretion of humans, animals and birds contain various pathogenic microbes. These pollute the soil and infect other creatures. ബയോളജിക്കൽ ഏജൻസ് എന്ന ഹെഡിങ് നമ്മൾ കാണുന്നത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിസർജ്യം തന്നെയാണ്. അതുപോലെ നമ്മുടെ കാർഷിക മേഖലയിലുള്ള വേസ്റ്റും സ്ലഡ്ജും ഒക്കെ അതിൽപ്പെട്ടതാണ്. അപ്പൊ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഈ പറയുന്ന വിസർജ്യങ്ങളിൽ ധാരാളം രോഗാണുക്കളുണ്ട്. അത് മണ്ണിനെ മലിനീകരിക്കുകയും അതിലൂടെ പല രീതിയിലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകാനും അത് കാരണമാകും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സോയിൽ പൊല്യൂട്ടൻസ് ആണ്. Let us find out what are the important pollutants of soil. Soil pollutants are those materials that can adversely affect the physical, chemical, and biological properties of soil and seriously affect its productivity. മണ്ണിന്റെ ഉൽപാദനക്ഷമതയും പ്രതികൂലമായി ബാധിക്കുന്ന അതിന്റെ രാസ, ഭൗതിക, ജൈവ ഘടകങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് സോയിൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. പ്രധാനപ്പെട്ട സോയിൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ്, അതുപോലെ ഇൻഡസ്ട്രിയൽ സ്ലഡ്ജ്, ഡൊമസ്റ്റിക് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻസ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, കെമിക്കൽ ആൻഡ് മെറ്റാലിക് പൊല്യൂട്ടൻസ്, ബയോളജിക്കൽ ഏജൻസ്. ഇതാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അതായത് നമ്മൾ മണ്ണിനെ മലിനീകരിക്കുന്ന പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമ്മൾ പെടുത്തുന്നത് വ്യാവസായിക ഖരമാലിന്യം, വ്യാവസായിക ജലമാലിന്യം, മീൻസ് മലിനജലമാണ്, അതുപോലെ വീടിൽ നിന്നുള്ള ഡൊമസ്റ്റിക് വേസ്റ്റ്, അതുപോലെ റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻസ്, അതുപോലെ അഗ്രികൾച്ചർ വേസ്റ്റ് നമ്മൾ പറയുന്നത് ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും അതുപോലെ ഫാം വേസ്റ്റും ഉൾപ്പെടുന്നതാണ്. പിന്നെ മറ്റൊരു കാറ്റഗറി കെമിക്കൽ ആൻഡ് മെറ്റാലിക് പൊല്യൂട്ടൻസ് ആണ്. അതിനകത്ത് വിവിധ കെമിക്കൽസും വിവിധ മെറ്റൽസും വരുന്നു. അവസാനമായി 7 നമ്മൾ കാണുന്നത് ബയോളജിക്കൽ ഏജൻസ് പറയും. അത് എക്സ്ക്രീറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആണ്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ വിസർജ്യമാണ്. അപ്പൊ ഇങ്ങനെ 7 തരത്തിലുള്ള പൊല്യൂട്ടൻസ് ആണുള്ളത്.